ഹലോ മക്കളെ, എല്ലാവർക്കും ടാലന്റ് ഐക്യുവിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, നെഗറ്റീവ് നമ്പേഴ്സ്, ന്യൂനസംഖ്യകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പൊ ഈ ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ എല്ലാ ക്ലാസ്സിലേക്കും ഈ ചാപ്റ്റർ ആവശ്യം. അപ്പൊ ഇതില് എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ്? നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു നമ്പർ ലൈൻ, ഒരു സംഖ്യാരേഖ, അതിന്റെ ഏറ്റവും നടുക്ക് നമ്മൾ 0 മാർക്ക് ചെയ്തു. ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക്, വലത് ഭാഗത്തേക്കുള്ള നമ്പേഴ്സ് ആണ് പോസിറ്റീവ് സംഖ്യകൾ, അതിസംഖ്യകൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഇടത്തെ ഭാഗത്തേക്കുള്ള സംഖ്യകളാണ് ന്യൂനസംഖ്യകൾ, നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ 0, ഇവിടെ 1, 2, 3 എന്നിങ്ങനെ മാർക്ക് ചെയ്തു. ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ -1, -2, -3, അല്ലെ? നമുക്കറിയാം ഇതില് ഏറ്റവും വലിയ നമ്പർ, ഇപ്പൊ മാർക്ക് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ നമ്പർ 3 ആണ്, അല്ലെ? 3 ആണ്. ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് -3 ആണ്, -3 ആണ്. ഇതിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും നമ്പറിന്റെ വാല്യൂ കൂടി വരിക ചെയ്യാം, അല്ലെ? ഏറ്റവും ചെറിയ നമ്പർ കിടക്കുന്നത് ഇടത് ഭാഗത്തും ഏറ്റവും വലിയ നമ്പർ കിടക്കുന്നത് വലതു ഭാഗത്തുമായിരിക്കും. അപ്പൊ ഇതിന്റെ കുറച്ച് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിച്ചത്. അതിലൊന്നാണ് 5 -2. നമുക്കറിയാം, അല്ലെ? എന്താ 5 -2? 5 - 2 എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്. എന്നാൽ അത് നേരെ തിരിച്ച് 2 - 5 എന്നാണെങ്കിലോ, -3 ആയിരിക്കും, -3 ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പോ 2ൽ നിന്ന് 5 കുറയ്ക്കുകയാണെങ്കിൽ ചെറിയൊരു നമ്പറിൽ നിന്ന് വലിയൊരു നമ്പറാണ് കുറയ്ക്കുന്നത്. അതുകൊണ്ട് അപ്പൊ അതിന് വരുന്ന സൈൻ, അതിന് വരുന്ന ചിഹ്നം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, മൈനസ് ചിഹ്നമായിരിക്കും. അപ്പൊ ആൻസർ -3. ഇനി അതേപോലെ ഒന്ന് പറഞ്ഞ് 4 - 5 എത്രയായിരിക്കും വരിക? -1 ആയിരിക്കും വരിക. 4 - 5 -1 ആയിരിക്കും വരിക, അല്ലെ? 6 - 10 എന്തായിരിക്കും? 6 - 10 -4 ആണ് വരിക, അല്ലെ? നമ്മൾ പറയുന്നത് ഇതാണ് -2 + 5. ഇതെങ്ങനെ ചെയ്യാം? -2 + 5 എങ്ങനെ ചെയ്യാം? ഈ 5ൽ നിന്ന് 2 കുറയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, -6 + 2. ഇതാണെങ്കിലോ -6 + 2. ഈ 2ൽ നിന്ന് 6 കുറയ്ക്കുക. 2 - 6 എന്താ? 2 - 6 -4. 2 - 6 -4. കോമൺ ആയിട്ട് ഇങ്ങനെ പറയാം, -x + y എന്നാണെങ്കിൽ നമുക്കിത് ചെയ്യണമെങ്കിൽ y-ൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? x മൈനസ് ചെയ്യണം. y - x. ഓക്കെ, -x + y ആണെങ്കിൽ നമ്മൾ y-ൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? x മൈനസ് ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? നമ്മളെ ഈ ചോദ്യങ്ങൾ നോക്കൂ. -8 + 10, അല്ലെ? -8 + 10 നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതനുസരിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം? 10 - 8 എന്ന് ചെയ്യാം, അല്ലെ? എന്താ 10 - 8? 2 ആണ്. ഓക്കെ, അതേപോലെ -8 + 3. എന്താ -8 + 3? 3 - 8. എന്താ 3 - 8? -5. മൈനസ് വന്ന എങ്ങനെയാ? മനസ്സിലായില്ലേ? നമുക്ക് ഇത് ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറാണ് മൈനസ് ചെയ്യുന്നത്, അപ്പൊ -5. -5 + 5 നമുക്ക് എന്ത് എഴുതാം? 5 - 5 എന്ന് എഴുതാം. 5 - 5 0, അല്ലെ? -20 + 5. 5ൽ നിന്ന് 20 കുറയ്ക്കുക, അല്ലെ? -15 -15. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, -8 + 10 എന്നാണെങ്കിൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക, എന്നിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കുക, വലിയ നമ്പറിന്റെ ചിഹ്നം കൊടുക്കുക, +2. -8 + 3 ആണെങ്കിൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക, 8ൽ നിന്ന് 3 മൈനസ് ചെയ്യുക, 5. വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കുക, മൈനസ് കൊടുക്കുക, -5. പിന്നെ ഇത് നമുക്ക് പറയണ്ടല്ലോ, -5 + 5 പറഞ്ഞാൽ 5 ന്ന് 5 കുറയ്ക്കുമ്പോ 0 തന്നെ. -20 + 5, അല്ലെ? 20 5. ഈ മൈനസ് നോക്കണ്ട, 20 5. അതിലെ വലിയ നമ്പർ 20, ചെറിയ നമ്പർ 5. 20 ന്ന് 5 കുറച്ചു, 15. എന്നിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുത്തു, വലിയ നമ്പറിന്റെ ചിഹ്നം കൊടുത്തു, -15. ഓക്കെ, അപ്പൊ -8 + 10 പറഞ്ഞാല് 10 - 8 2.
-8 + 3 പറഞ്ഞാല് 3 - 8 -5. -5 + 5 എന്ന് പറഞ്ഞാല് 5 - 5 0. -20 + 5 എന്ന് പറഞ്ഞാല് 5 - 20 -15. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു പാർട്ട്, ഒരു ടൈപ്പ് ചോദ്യം നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അടുത്തത് രണ്ടാമത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്, ശ്രദ്ധിച്ചോ മക്കളെ. -5 -2 രണ്ട് നെഗറ്റീവ് സൈൻ ഇതിൽ വന്നു, രണ്ട് മൈനസ് ചിഹ്നം ഇതിൽ വന്നു. -5 -2 ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 5ഉം 2ഉം തമ്മിൽ കൂട്ടുക. 5ഉം 2ഉം തമ്മിൽ കൂട്ടുമ്പോ 7, എന്നിട്ട് അതിന് മൈനസ് സൈൻ കൊടുക്കുക, മൈനസ് ചിഹ്നം കൊടുക്കുക. അപ്പൊ -7. -6 -4 എങ്ങനെ വരും? 6 4 കൂട്ടുമ്പോ 10, മൈനസ് സൈൻ കൊടുക്കുക, മൈനസ് ചിഹ്നം കൊടുക്കുക, -10. -2 -2 എന്താ? -2 -2 -4 മനസ്സിലായോ? -7 -3 എത്ര വരിക? -10. നിങ്ങള് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് ചിലപ്പോ പഠിച്ചു കാണും. -x -y എന്ന് വന്നു കഴിഞ്ഞാൽ എക്സും വൈയും തമ്മിൽ കൂട്ടുക, എക്സും വൈയും തമ്മിൽ കൂട്ടുക, എന്നിട്ട് അതിന് മൈനസ് സൈൻ കൊടുക്കുക, മൈനസ് ചിഹ്നം കൊടുക്കുക. -x + y -x + y. ക്ലിയർ ആണോ? ദെൻ അടുത്ത് നോക്കി, മൈനസ് എന്താ? 1 ആരെയും കൂട്ടുമ്പോ 2, അപ്പൊ -2. ക്ലിയർ അല്ലേ? ഇപ്പൊ പഠിച്ച രണ്ട് ടൈപ്പ് ചോദ്യം നിങ്ങൾക്ക് കിട്ടിയില്ലേ മക്കളെ? നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്, ഇന്ന് പഠിച്ച 2 പോയിന്റുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ബോർഡിൽ തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസർ എഴുതുക. ഈ ക്വസ്റ്റ്യൻ നമ്പർ, ഓരോ ക്വസ്റ്റ്യനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ കമന്റ് ചെയ്ത്, ആ നമ്പർ ടൈപ്പ് ചെയ്ത് അതിന്റെ നേരെ അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇന്ന് നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന 6 ചോദ്യങ്ങൾ, ഈ 6 ചോദ്യങ്ങളുടെ ആൻസറുകൾ നിങ്ങൾ ഈ വീഡിയോക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പറഞ്ഞ മനസ്സിലായോ? ഇനി മക്കളെ, ഈ ഒരു ക്ലാസ്സിന്റെ ബാക്കി പാർട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അത് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.